കാസർഗോഡ് ജില്ലയിൽ ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ടീം സൃഷ്ടിക്കണമെന്ന് കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് തോയമ്മൽ KGMOA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്മയും കുഞ്ഞും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരളത്തിലെ 13 ജില്ലകളിലും ജില്ലാ മെഡിക്കൽ ഓഫീസുകളിൽ നിലവിലുള്ള ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ടീം കാസർഗോഡ് ജില്ലയിലും സൃഷ്ടിക്കണമെന്ന് കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ടെ തോയമ്മൽ KGMOA ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനവും യാത്രയയപ്പ് യോഗവും അമ്മയും കുഞ്ഞും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഫണ്ടിന് ക്വാളിഫൈഡ് ആൾക്കാരാണ് പ്രോപ്പറായിട്ട് എല്ലാം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കാണാൻ എന്തോ ഒരു ഗുണമുണ്ട്, ഒരു ലുക്ക് ഉണ്ടായില്ല അല്ലെ? നമ്മുടെ ആശുപത്രിക്കൊക്കെ ഒരു മഞ്ഞ നിറവും അതേപോലെ ഒരു ഇംപ്രഷൻ കുറവായിരുന്നു അല്ലെ? നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രത്യേകിച്ച് പ്രസവം നടന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചതെന്ന് പറയുമ്പോൾ ഒരു വോൾട്ടേജ് ഇല്ലാണ്ട് പറയുക, ഒന്നും രണ്ട് ദാരിദ്ര്യം അങ്ങോട്ട് അവിടെ പ്രസവിച്ചു. പ്രൈവറ്റിലാണെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആശുപത്രി ഇപ്പൊ കണ്ണൂരൊക്കെ ആകുമ്പോൾ ആസ്റ്റർ മിംസിൽ പ്രസവിച്ചു. അതുകൊണ്ട് ഭയങ്കര എന്തോ ഒരു 100 വാട്ട് പവറിലാണ് പറയുക. ജില്ലാ പ്രസിഡന്റ് K ഷാജി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിനോദ് കുമാർ, സെക്രട്ടേറിയറ്റ് അംഗം P വിനോദ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം K രതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് S വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീന ഗോപാൽ അധ്യക്ഷയായി. VS ശൈലജ സംസാരിച്ചു. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് DN അനിത ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിച്ച CV അജിത, മധുസൂദനൻ നമ്പൂതിരി, P അബ്ദുള്ള എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ജില്ലാ സെക്രട്ടറി M ഷബാന സ്വാഗതവും MV രാജീവൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി VS ശൈലജയെ പ്രസിഡന്റായും C ബിജേഷ്, PP ഫിലോമിന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും M ഷബാനയെ സെക്രട്ടറിയായും M അബ്ദുൽ നാസർ, P ഫെമിന എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും MV രാജീവനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.